തൃശൂർ വടക്കാഞ്ചേരിയിൽ കൂറുമാറി വോട്ട് ചെയ്യാൻ CPM 50 ലക്ഷം വാഗ്ദാനം ചെയ്തെന്ന ലീഗ് സ്വതന്ത്രൻ ജാഫറിന്റെ ശബ്ദരേഖയിൽ വിജിലൻസ് അന്വേഷണം. വാർഡ് മെമ്പർ സ്ഥാനം രാജിവെച്ച ജാഫർ പോലീസ് സ്റ്റേഷനിൽ അഭയം തേടി. ശബ്ദരേഖയിലുള്ളത് സൗഹൃദ സംഭാഷണമെന്നും ആരിൽ നിന്നും പണം വാങ്ങിയിട്ടില്ലെന്നും ജാഫർ. ചാക്കിട്ടുപിടുത്തം CPM-ന് ഇല്ലെന്നും അന്വേഷിച്ച് നടപടിയെന്നും MV ഗോവിന്ദൻ. CPM-ന് ആർത്തിമൂത്ത് ഭ്രാന്തായെന്ന് തൃശൂർ DCC. CPI-ക്കെതിരെ രൂക്ഷ വിമർശനവുമായി വീണ്ടും വെള്ളാപ്പള്ളി നടേശൻ. PM ശ്രീയിലടക്കമുള്ള നിലപാട് മുന്നണിയിൽ അനൈക്യമുണ്ടാക്കി. തന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു പറയാൻ പറ്റില്ലെന്ന് വെള്ളാപ്പള്ളി. വഴിവിട്ട് ഒരു പൈസ പോലും വാങ്ങിയിട്ടില്ലെന്നും വെള്ളാപ്പള്ളിയല്ല LDF എന്നും ബിനോയ് വിശ്വത്തിന്റെ മറുപടി. ലീഗിനെതിരെയും വെള്ളാപ്പള്ളിയുടെ വിമർശനം. വെള്ളാപ്പള്ളി വർഗീയവാദിയല്ലെന്ന് MV ഗോവിന്ദൻ. ചില ആളുകളെ കൊണ്ട് പിണറായി വർഗീയത പറയിപ്പിക്കുന്നുവെന്ന് VD സതീശൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജാമ്യം തേടി N വാസു സുപ്രീം കോടതിയിൽ. ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകി. അന്വേഷണം CBI-യെ ഏൽപ്പിക്കണമെന്ന് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ. CBI അന്വേഷണത്തെ എതിർത്ത് ഹൈക്കോടതിയിൽ SIT. കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുമെന്നും അന്വേഷണ സംഘം. ഈ മാസം 5-ന് ഹൈക്കോടതിയിൽ കേസ് അന്വേഷണത്തിൽ SIT-യെ സർക്കാർ സമ്മർദ്ദത്തിലാക്കുന്നുവെന്ന് കോൺഗ്രസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമദൂര നിലപാടെന്ന് NSS. ശബരിമലയിൽ ശരിദൂരമെന്നും G സുകുമാരൻ നായർ. 149ാമത് മന്നം ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള പൊതുസമ്മേളനത്തിന് പെരുന്നയിലെ NSS ആസ്ഥാനത്ത് തുടക്കം. മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തി പ്രമുഖർ. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്ക് KTET നിർബന്ധമാക്കി ഉത്തരവ്. നടപടി സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ. നെറ്റ്, PhD, സെറ്റ് ഉൾപ്പെടെ ഉയർന്ന യോഗ്യതയുള്ളവർക്കും പരീക്ഷ പാസ്സാവണം. പ്രധാന അധ്യാപിക തസ്തികയ്ക്കും KTET വേണം. എതിർപ്പുമായി അധ്യാപക സംഘടനകൾ.